ഇനി നമുക്ക് മറ്റൊരു പ്രോഗ്രാം, ചെറിയ വ്യത്യാസമുള്ള മറ്റൊരു പ്രോഗ്രാം കൂടെ നോക്കാം. ഇത് വളരെ പെട്ടെന്ന് തന്നെ നമുക്ക് എന്ത് ചെയ്യേണ്ടതുണ്ട്, ചെയ്തു തീർക്കേണ്ടതുണ്ട്. ഒന്ന് ശ്രദ്ധിച്ചു നോക്കൂ. ഔട്ട്പുട്ട് ഒന്നിനകത്ത് ഒരു പാർട്ട് മാത്രമേ ഉള്ളൂ, ഹാഫ് പാർട്ട് മാത്രമേ ഉള്ളൂ. അതേസമയം ഔട്ട്പുട്ട് രണ്ടിനകത്ത് ഫുൾ പാർട്ട് ഉണ്ട്. അപ്പോൾ ഈ പ്രോഗ്രാം അതേപോലെ ടൈപ്പ് ചെയ്ത് എന്ത് മാറ്റമാണ് വരുത്തേണ്ടത് എന്ന് മാത്രമേ നമുക്കിതിനകത്ത് ആലോചിക്കാനുള്ളൂ. അതുപോലെ കളർ ചേഞ്ചും. അപ്പോൾ ഇവിടെ നോക്കൂ നിങ്ങൾ, ഐ ഇൻ റേഞ്ച് 6 എന്നാണ് കാണുന്നത്. ഹാഫ് പാർട്ടിൽ 6 ആണ്. അങ്ങനെയാണെങ്കിൽ ഫുൾ പാർട്ടിൽ എന്തായിരിക്കും? 6ന് പകരം 12 ആണ് ചേർക്കേണ്ടത്. ഒന്നാമത്തെ ചേഞ്ച്. രണ്ടാമത്തെ ചേഞ്ച് മാറ്റമില്ല, കളറ് ബ്ലാക്ക് തന്നെയാണ്. ലൈൻ കളർ ബ്ലാക്ക് തന്നെയാണ്. പിന്നെയുള്ളത് ആ പിങ്ക് കളർ മാറിയിട്ട് എന്താവുന്നു? ഓറഞ്ച് എന്നായിട്ട് മാറുന്നു. ഓക്കെ, അതൊന്ന് വളരെ പെട്ടെന്ന് നമുക്ക് എന്ത് ചെയ്യാം നോക്കാം. ഞാനിവിടെ പ്രോഗ്രാം ടൈപ്പ് ചെയ്ത് വെച്ചിട്ടുണ്ട്. ഇതാ ബ്ലാക്കും പിങ്കുമാണ്, അതുപോലെ ഐ ഇൻ റേഞ്ച് 6. അപ്പോൾ നോക്കാം, നമുക്ക് റൺ ചെയ്ത് നോക്കാം. ഇതിൻ്റെ കറക്റ്റ് ആ ഒരു ചിത്രം കറക്റ്റായിട്ട് വരുന്നില്ലേ എന്ന് നോക്കാം. അപ്പോൾ ഇതിൻ്റെ പകുതി, ഹാഫ് ചിത്രം മാത്രമേ ഇതിനകത്തുള്ളൂ. ബ്ലാക്കിൽ ആ ചിത്രം വരയ്ക്കുന്നുണ്ട്. ആ ചിത്രം വരച്ച് നോക്കിക്കഴിഞ്ഞാൽ റെഡിയാണ്, കറക്റ്റാണ്. ഇനിയിപ്പോൾ ഇതിനകത്ത് എന്ത് ചെയ്യണം? നമ്മൾ ആ മാറ്റം വരുത്തണം. എന്ത് മാറ്റമാണ് വരുത്തേണ്ടത്? നമ്മുടെ ഐ ഇൻ റേഞ്ച് 6 എന്നുള്ളത് മാറ്റിയിട്ട് ഐ ഇൻ റേഞ്ച് 12 എന്നാക്കി മാറ്റണം. അതുപോലെ കളറിൽ പിങ്ക് എന്ന് മാറ്റിയിട്ട് എന്താക്കണം? ഓറഞ്ച് ആക്കണം. ഓറഞ്ചിൻ്റെ സ്പെല്ലിംഗ് എന്താണ്? ORANGE. ഈ പ്രോഗ്രാം ഇങ്ങനെ ചെയ്തിട്ട് ഇതെന്ത് ചെയ്യുന്നു? ഒന്ന് റൺ ചെയ്യുന്നു. ആ ഔട്ട്പുട്ട് ഒന്ന് നോക്കൂ, എന്താണ് മാറ്റം എന്നുള്ളത്. ബ്ലാക്ക് കളറിൽ തന്നെ ആ ചിത്രം വരയ്ക്കുന്നുണ്ട്. ചിത്രം വരച്ചതിന് ശേഷം എന്താണ് അവിടെ മാറ്റം എന്നുള്ളത് നമുക്ക് ഒന്ന് നോക്കാം. കണ്ടോ, ഹാഫ് മാറി ഫുള്ളിലേക്ക് മാറുകയാണ്. അപ്പോൾ 12 എണ്ണമാണ് അവിടെ നമുക്ക് വരയ്ക്കേണ്ടത്. 12 എണ്ണം വരച്ചു കഴിഞ്ഞാൽ നമ്മുടെ പ്രോഗ്രാം എന്തായി? പൂർണ്ണമായി ആ കളർ കൂടെ. അപ്പോൾ ഇത്ര മാത്രമേ ഇതിനകത്തുള്ളൂ. അപ്പോൾ ഹാഫ് ഐ ഇൻ റേഞ്ച് 6 എന്നുള്ളത് 12 ആക്കി മാറ്റുന്നു. ആ കളർ ചേഞ്ച് ചെയ്തു. ഓക്കെ, ഡൺ. ഇതാ ഈ ഒരു ഔട്ട്പുട്ട് കൂടി നമുക്ക് എന്ത് ചെയ്യാം? ഒന്ന് ജസ്റ്റ് ഒന്ന് പരിശോധിച്ച് നോക്കാം. ഇവിടെ നോക്കൂ, ഒന്നാമത്തെ ഔട്ട്പുട്ടിനകത്ത് ഒരെണ്ണം മിസ്സിംഗ് ഉണ്ട്. രണ്ടാമത്തെ ഔട്ട്പുട്ടിൽ ആ മിസ്സിങ് ഒഴിവായി കിട്ടുന്നുണ്ട്. അപ്പോൾ ഇവിടെ ഐ ഇൻ റേഞ്ച് 19 എന്നുള്ളത് അത് 20ലേക്ക് മാറിക്കഴിഞ്ഞാൽ ആ ചിത്രം എന്താവും? പൂർണ്ണമാവും. പിന്നെ ഇവിടെ ഓറഞ്ച് ആൻഡ് സിയാനാണ് കളറ്. റൈറ്റ് സൈഡിൽ ഔട്ട്പുട്ട് 2ലോ റെഡും യെലോവുമാണ്. യെല്ലോ അല്ലേ കറക്റ്റ്? റെഡും യെലോവുമാണ് അവിടുത്തെ കളർ എന്ന് പറയുന്നത്. അപ്പോൾ ഈ രണ്ട് ചേഞ്ചസും വരുത്തി കഴിഞ്ഞ് ഈ പ്രോഗ്രാം റൺ ചെയ്ത് കഴിഞ്ഞാൽ ഓക്കെ ആയി. റൈറ്റ്, അപ്പോൾ നമുക്കൊന്ന് ചെയ്ത് നോക്കാം. അപ്പോൾ ഇവിടെ ഈ പ്രോഗ്രാം ഞാൻ ടൈപ്പ് ചെയ്ത് വെച്ചിട്ടുണ്ട്. ഇതൊന്ന് റൺ ചെയ്ത് നോക്കാം നമുക്ക്. ആ ചിത്രത്തിനകത്ത് നമ്മുടെ പ്രോഗ്രാം കൃത്യമായിട്ട് വർക്ക് ചെയ്യുന്നുണ്ട്. അതൊന്ന് ശ്രദ്ധിച്ച് നോക്കിയാൽ നമുക്ക് മനസ്സിലാവും. അപ്പോൾ വളരെ മനോഹരമായിട്ട് നമ്മൾ ആ കാര്യങ്ങളൊക്കെ കൃത്യമായി പൈത്തണിൽ ടൈപ്പ് ചെയ്തുകൊണ്ടാണ് ഇതേപോലെയുള്ള ഒരു ഔട്ട്പുട്ട് നമുക്ക് കിട്ടുന്നത്. അവിടെ ഇപ്പം ഒരെണ്ണം, ഒരു പല്ല് കൊഴിഞ്ഞതുപോലെ ഉണ്ട്. ആ ഒരെണ്ണം 19 എന്നുള്ളത് 20 ആക്കി മാറ്റുന്നു. അതുപോലെ പെൻ കളർ എന്ന് പറയുന്നത് റെഡാക്കി മാറ്റുന്നു. പിന്നെ ഫിൽ കളർ എന്ന് പറയുന്നത് യെല്ലോ ആക്കി മാറ്റുന്നു. ഇത്രയും ആയി കഴിഞ്ഞാൽ നമ്മുടെ പ്രോഗ്രാം റെഡിയായി. അപ്പോൾ ഇവിടെ ഓറഞ്ച് എന്നത് മാറ്റിയിട്ട് റെഡ് ആക്കുന്നു. റെഡിൻ്റെ സ്പെല്ലിംഗ് ഓർമ്മയുണ്ടല്ലോ, RED. അതുപോലെ സിയാൻ എന്നുള്ള കളർ മാറ്റിയിട്ട് യെല്ലോ ആക്കുന്നു, YELLOW. ഇതിൻ്റെ സ്പെല്ലിംഗ് മാറാൻ പാടില്ലേ, അപ്പോൾ കളറ് ചേഞ്ച് ആയി കിട്ടും. അപ്പോൾ റേഞ്ച് 19 എന്നുള്ളത് എന്തായി മാറ്റുന്നു? 20 ആക്കി മാറ്റുന്നു. 3 ചേഞ്ചസാണ് നമ്മൾ വരുത്തിയിരിക്കുന്നത്. റൺ മൊഡ്യൂളിൽ റണ്ണ് കൊടുക്കുന്നു. ഓക്കെ, അപ്പോൾ ഇതിൻ്റെ ഔട്ട്പുട്ട് എന്ത് ചെയ്യുക? ഒന്ന് ശ്രദ്ധിക്കുക. അപ്പോൾ ഔട്ട്പുട്ട് മനോഹരമായ ഒരു ഔട്ട്പുട്ട് നമുക്ക് കിട്ടും. നമുക്ക് വേണ്ടതും ഇത് തന്നെയാണ്. റെഡ് കളറിലാണ് വരയ്ക്കുന്നത്. റെഡ് കളറിൽ വരയ്ക്കാൻ വേണ്ടിയിട്ട് ചെറിയൊരു സമയം ഇതിന് വേണ്ടിയിട്ട് നമുക്ക് കാത്തിരിക്കാം. ഇതിൻ്റെ ഔട്ട്പുട്ട് റെഡിയാവുന്നത്. അപ്പോൾ 7 മാർക്കിന് വേണ്ടി നമ്മൾ എന്തേ ചെയ്യേണ്ടു? പ്രോഗ്രാം എഴുതാൻ വളരെ എളുപ്പം കഴിയും. ഈ ഔട്ട്പുട്ട് കിട്ടാൻ വേണ്ടി നമ്മൾ ഇത്തിരി കാത്തിരിക്കണമെന്ന് മാത്രമേ ഉള്ളൂ. അതിനു വേണ്ടിയാണ് കുറച്ച് സമയം കൂടുതൽ എടുക്കുന്നത്. പ്രോഗ്രാം എഴുതാൻ നമുക്കെന്ത് വേണ്ട? സമയം കൂടുതലായിട്ട് വേണ്ട. മനോഹരമായ ചിത്രം, രണ്ടാമത്തെ ഔട്ട്പുട്ട് നമുക്ക് കിട്ടിക്കഴിഞ്ഞു. ഓക്കെ, റെഡിയല്ലേ? അപ്പോൾ ഇതുവരെയുള്ള എല്ലാ ചോദ്യങ്ങൾക്കും
നമ്മൾ കണ്ടിരിക്കുന്ന എല്ലാ ചോദ്യങ്ങൾക്കും വളരെ പെട്ടെന്ന് തന്നെ നമുക്ക് ഉത്തരം കണ്ടെത്താൻ കഴിയും. അപ്പോൾ മറ്റുള്ള ചോദ്യങ്ങളൊക്കെ 4 ഗ്രൂപ്പുകളാണ് 4 ഗ്രൂപ്പിലെയും എല്ലാ ചോദ്യങ്ങൾക്കും ഉത്തരം എഴുതിയിട്ട് വളരെ എളുപ്പത്തിൽ നമുക്ക് ഫുൾ മാർക്ക് മേടിക്കാൻ നിങ്ങൾക്ക് എല്ലാവർക്കും കഴിയട്ടെ എന്ന് ആശംസിച്ചുകൊണ്ട് താങ്ക് യു വെരി മച്ച്.